രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ ചെങ്കോട്ടയിൽ ആക്രമണം നടത്താൻ ഫരീദാബാദിൽ പിടികൂടിയ തീവ്രവാദ സംഘം അതിനായി പദ്ധതിയിട്ടിരുന്നതെന്ന് തെളിയിക്കുന്ന ഫോൺ സംഭാഷണത്തിന്റെ ശകലങ്ങൾ അതിന്റെ തെളിവുകൾ പുറത്തുവന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കാരണം ഇപ്പോൾ നടന്ന സ്ഫോടനമാകട്ടെ ഈ വർഷം ആദ്യം റിപ്പബ്ലിക് ദിനാഘോഷമായി ഉദ്ദേശിച്ചിരുന്ന ഒരു പരാജയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ജനുവരി 26-ാം തീയതി ചെങ്കോട്ടയിൽ ആക്രമണം നടത്താൻ ആദ്യം പദ്ധതിയിട്ടിരുന്നോ എന്നും പുൽവാമയിൽ നടന്ന സ്ഫോടനത്തിന് സമാനമായി തന്നെ ഡൽഹി സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്നതാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്. മാത്രമല്ല ഈ സംഭാഷണങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നതും. ജനുവരി 26-ന് ചരിത്ര സ്മാരകത്തെ ലക്ഷ്യം വെക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു സ്ഫോടനം എന്നാണ് സംശയിക്കപ്പെടുന്നതും. അക്കാലത്തെ തീവ്രമായ പെട്രോളിങ്ങും സുരക്ഷാ ക്രമീകരണങ്ങളും കാരണം ആ പദ്ധതികൾ പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നും വ്യക്തമാകുന്നു. അതേപോലെ തന്നെ ഡോക്ടർ മുസ്മിലിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച ആ ഒരു ഡം ഡാറ്റയുടെ തുടർച്ചയായ വിശകലനത്തിൽ നിന്നാണ് ജനുവരി ആദ്യവാരത്തിൽ തന്നെ ചെങ്കോട്ട പ്രദേശത്തും ആ പരിസര പ്രദേശങ്ങളിലും അദ്ദേഹം ആവർത്തിച്ചുള്ള സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് ഈ ഒരു രീതിയിലേക്ക് ഇത് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് ഈ സംഭാഷണത്തിലും ലഭിച്ച ഡാറ്റയിലെല്ലാം തന്നെ മുസമ്മിലാകട്ടെ നിരന്തരം ഡൽഹി സന്ദർശിച്ചിട്ടുണ്ട് എന്നും വെളിവാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പേര് പറയാൻ താല്പര്യപ്പെടാത്ത അല്ലെങ്കിൽ വലിയധികം നിബന്ധനകൾ മുന്നോട്ട് വെച്ച് സംസാരിച്ച ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വാർത്താ ഏജൻസികളോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതും. ഫരീദാബാദിൽ അടുത്തിടെ പിടികൂടിയ വൈറ്റ് കോളർ ഭീകരവാദ മൊഡ്യൂളിൽ അറസ്റ്റിലായ പ്രധാന പ്രതികളിൽ ഒരാളായ ഡോക്ടർ മുസമ്മിൽ ഖനെയാകട്ടെ 2025 ജനുവരിയിൽ ചെങ്കോട്ട പ്രദേശത്ത് ഒന്നിലധികം തവണ രഹസ്യാന്വേഷണ സന്ദർശനങ്ങൾ നടത്തിയതായും തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ, അതായത് ഇയാളുടെ ഫോണിൽ നിന്നും ലഭിച്ച ഡാറ്റയുടെ വിശകലനത്തിൽ വ്യക്തമാകുന്നുണ്ട്. ശ്രദ്ധേയമായ റിപ്പബ്ലിക് ദിന പരേഡ് റൂട്ട് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ചെങ്കോട്ട വരെയാണ്. ഉയർന്ന തലത്തിലുള്ള VVIP നീക്കത്തിനും എല്ലാ വർഷവും ഉയർന്ന സുരക്ഷയ്ക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. അതേപോലെ തന്നെ ജനുവരി 26-ന് നടക്കാനിരിക്കുന്ന ആക്രമണത്തിന് മുന്നോടിയായി തന്നെ നടത്തിയ വിശദമായ നിരീക്ഷണത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഈ സന്ദർശനങ്ങളെന്നും സൂചിപ്പിക്കുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളും ജനസാന്ദ്രതയുടെ രീതികളും എല്ലാം തന്നെ പഠിക്കാനായിരുന്നു ഇവിടേക്ക് എത്തിയതെന്നും അതുപോലെ 2 ഡോക്ടർമാർ ഇയാൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നതായും ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല നിരവധി തവണയാണ് ഈ ഒരു ചെങ്കോട്ട സന്ദർശിച്ചിരിക്കുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ടവർ ലൊക്കേഷൻ ഡാറ്റയും പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും പരിശോധിച്ചതിൽ നിന്ന് ഇവരുടെ നീക്കങ്ങൾ സ്ഥിരീകരിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നു. മൊഡ്യൂളിനുള്ള ഫണ്ടിംഗ് സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും സ്ഫോടക വസ്തുക്കൾ എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് കണ്ടെത്തുന്നതിനുമായിരുന്നു ഡോക്ടർ മുസ്മിലിന്റെ ഈ ആശയവിനിമയങ്ങളെന്നും ഡിജിറ്റൽ തെളിവുകൾ സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റു പ്രതികൾ സമാനമായ റെയ്ഡുകൾ നടത്തിയോ അതോ അല്ലെങ്കിൽ അറസ്റ്റിലായ അംഗങ്ങൾക്ക് ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകുന്നോ എന്നതും ഇതിൽ പരിശോധിച്ചു വരികയാണ്. കൂടാതെ തന്നെ സ്ഫോടനത്തിന് തൊട്ടു മുൻപേ തന്നെ ഡോക്ടർ ഉമർ ആകട്ടെ ആരുമായും ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും മുതിർന്നില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ഈ ഫോണിൽ നിന്നും കിട്ടിയ ഡാറ്റ അടക്കം പരിശോധിച്ചു വരികയാണ് എന്നും പോലീസ് വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.